ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണിതാ നോക്കിക്കേ, ക്വസ്റ്റ്യൻ വന്നു. എന്താ? ഇൻ ദി ക്വാഡ്രലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രലാറ്ററൽ തന്നിട്ടുണ്ട്. ഓക്കെ, ചതുർഭുജം തന്നിട്ടുണ്ട്. എന്താ ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും 4 കോണുകളും 4 സൈഡ്സ് ആൻഡ് 4 ആംഗിൾസ് വരുന്ന ഏതൊരു ഫിഗറിനെയും നമുക്ക് എന്ത് പറയാം? ക്വാഡ്രലാറ്ററൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രലാറ്ററൽ തന്നിട്ടുണ്ട് അല്ലേ. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക അല്ലേ. ക്വാഡ്രലാറ്ററിൻ്റെ ഓൾ ആംഗിൾസ്, എല്ലാ കോണുകളും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി തന്നിട്ടുണ്ട് അല്ലേ. എ ബി സി ഈക്വൽ ടു എ ഡി, ബി സി സി ഈക്വൽ ടു സി ഡി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അടയാളപ്പെടുത്തി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, നമുക്കിനി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, യെസ്. എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? എ ബി ഇസ് ഈക്വൽ ടു എ ഡി. എ ബിയും എ ഡിയും തുല്യമാണ് അല്ലേ. എ ബി എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ഡിയും എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. രണ്ട് പേരും എന്താണ്? ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? സി ഡിയും ബി സിയും ഈക്വൽ ആണ്. സി ഡിയും ബി സിയും ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഈ ക്വാഡ്രലാറ്ററിനെ മേളിലും താഴെയുമായിട്ട് 2 ട്രയാങ്കിളായിട്ട് മാറ്റാലോ അല്ലേ. ട്രയാങ്കിൾ എ ബി സിയും അല്ലേ, ട്രയാങ്കിൾ എ ബി സി, പിന്നെ എന്താ? ട്രയാങ്കിൾ എ ഡി സി. മേളിലും 2 ട്രയാങ്കിളായിട്ട്, മേളിൽ ഒരു ട്രയാങ്കിൾ ആൻഡ് താഴെ ഒരു ട്രയാങ്കിൾ, 2 ത്രികോണങ്ങളായിട്ട് നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ 2 ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ, തുല്യ ത്രികോണങ്ങളല്ലേ. അതൊന്ന് നമുക്ക് നോക്കിയാലോ. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ, എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ എ ബിയും എ ഡി സിയിൽ എ ഡിയും ഈക്വൽ ആണ് അല്ലെ. എ ബി സിയിൽ എ ബി ഈക്വൽ ടു എ ഡി. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത് ബി സി എന്ന് പറയുന്ന ലൈനും ഡി സി എന്ന് പറയുന്ന ലൈനും ഈക്വൽ ആണ്. ബി സി ഈക്വൽ ടു ഡി സി. ഇവർ 2 പേര് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, ഗിവൺ തന്നിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ മാറ്റി, 2 ത്രികോണങ്ങളായി മാറ്റി. ഈ 2 ത്രികോണങ്ങളുടെയും 2 വശങ്ങൾ നമുക്ക് തുല്യമാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ, ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ മൂന്നാമത്തെ സൈഡ് നോക്കിക്കേ. എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് എ സി അല്ലേ. ഓക്കെ അല്ലേ. മേളിലുള്ള ട്രയാങ്കിൾ നോക്കിക്കേ, മേളിലെ ത്രികോണത്തിൻ്റെയും 2 വശങ്ങൾ അടയാളപ്പെടുത്തി. മൂന്നാമന് ആര് തന്നെയാണ്? എ സി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സി ഇസ് ഈക്വൽ ടു എ സി അല്ലേ. മൂന്നാമത്തെ വശം 2 ട്രയാങ്കിളിലും വരുന്നൊരു വശമാണ്. അവൻ കോമൺ ആണ് അല്ലേ, കോമൺ സൈഡ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ 2 ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, എ ബി സി ആൻഡ് എ ഡി സി. ഈ 2 പേരുടെയും 3 വശങ്ങളും തുല്യമായിട്ട് വന്നു. എ ബി എ ഡി ഈക്വൽ ആണ്, ബി സി ഡി സി ഈക്വൽ ആണ്, എ സി അല്ലേ. അത് 2 പേർക്കുമുള്ള ഒരു സൈഡ് ആണല്ലേ. അപ്പോൾ എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾസും എന്തായി? ഈക്വൽ ട്രയാങ്കിൾസ് ആയി, തുല്യ ത്രികോണങ്ങളായല്ലോ. അപ്പോൾ എന്തായി ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സ്പെഷ്യാലിറ്റി, പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വലായി വരുന്ന സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. എന്താണ്? തുല്യ ത്രികോണങ്ങളിൽ തുല്യമായി വരുന്ന വശങ്ങളുടെ എതിരെ വരുന്ന കോണുകളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തായിരുന്നു അല്ലേ. ഇവിടെ 2 ട്രയാങ്കിൾസ് അടുത്തടുത്ത് വന്നു, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാം. യെസ്, നോക്കിക്കേ, ഈ എ ബി എന്ന് പറയുന്ന വശവും എ ഡി എന്ന് പറയുന്ന വശവും തുല്യമാണ്, ഈക്വൽ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്സിൻ്റെ ചോദ്യം ഇതാണ്, എ ബി എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എ ഡി എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന കോണും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 50 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ ആയോ? കാരണം എന്താ? 2 പേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വലായി വരുന്ന സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ വന്നല്ലേ. എന്താണ്? ആംഗിൾ എ സി ഡി എത്രയാണ്? 50 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. കാരണം എന്താ? ഇവിടെ 50 ഡിഗ്രി ആയിരുന്നു എ ബിക്ക് ഓപ്പോസിറ്റ്. എ ബിയും എ ഡിയും ഈക്വൽ ആണ്. സോ എ ഡിക്ക് ഓപ്പോസിറ്റും 50 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ? അതുപോലെ തന്നെ രണ്ടാമത്തെ വശത്തിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. രണ്ടാമതൊരു കോണും കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം?
നോക്കിക്കേ, ഡി സി എന്ന് പറയുന്ന വശത്തിന് എതിരേ വരുന്ന ആംഗിളാണ് 30 ഡിഗ്രി. ഈ മേളിലെ ട്രയാങ്കിൾ നോക്കിക്കേ, ഡി സി എന്ന് പറയുന്ന ലൈനിന് എതിരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ്? ആംഗിൾ എ അല്ലടാ, ഡി എ സി എന്ന് പറയുന്ന 30 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നോക്കിക്കേ, ഡി സിയും ബി സിയും ഈക്വൽ അല്ലേ? അപ്പോൾ രണ്ട് പേരുടെയും എതിരെ വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. ഡി സിക്ക് ഓപ്പോസിറ്റ് 30 ഡിഗ്രി ആണെങ്കിൽ ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ സി എ ബി ഓൾസോ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അത് എന്തിനോട് ഈക്വൽ ആണ്? ആംഗിൾ ഡി എ സിക്ക് ഈക്വൽ ആണ്. ഡി എ സിക്കും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ദാ നോക്കിക്കേ, നമുക്ക് രണ്ട് ആംഗിൾസ് വന്നിട്ടുണ്ടല്ലേ. ഇനിയും ഉണ്ടല്ലോ ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട്. ഇതാ ബിയും ഉണ്ട് ഡിയും ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതും നമ്മൾ ചെയ്തല്ലേ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. താഴെയുള്ള ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഈ ഒരു ട്രയാങ്കിളിൽ ഈ ആംഗിൾസ് കണ്ടുപിടിക്കുക. ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ആംഗിൾ ബി. എ സി എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന ആംഗിളാണ് ആംഗിൾ ബി. അതേ എ സിക്ക് എതിരെ വരുന്ന ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കുമല്ലോ, തുല്യമായിരിക്കുമല്ലോ. കാരണം ഇവർ തുല്യ ത്രികോണങ്ങളല്ലേ, ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ. അപ്പോൾ ഈക്വലായി വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. പക്ഷേ രണ്ടുപേരെയും ഇവിടെ തന്നിട്ടില്ല അല്ലേ. രണ്ടുപേരെയും നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഇപ്പം എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എയും ബിയും സിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? 180 ഡിഗ്രി അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ കോണുകളും എല്ലാ ആംഗിൾസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരേണ്ടത്? 180 ഡിഗ്രി. അപ്പോൾ നോക്കിക്കേ, ഈ 180 ഡിഗ്രിയിൽ നിന്ന് ഈ രണ്ടുപേരെ നമുക്ക് മാറ്റിയാൽ പോരെ. അപ്പോൾ മൂന്നാമനെ കിട്ടുമല്ലോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മിസ് വരച്ച് കാണിച്ചു തരാം. ദാ ഇങ്ങനെയാണ് ഫിഗർ വന്നിരിക്കുന്നത്. ഇത് സി, ഇത് എ. ഇത് 30 ഡിഗ്രി ആണ്. ആംഗിൾ സി 50 ഡിഗ്രി ആണ്. ഇനി ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 180യിൽ നിന്ന് ഈ രണ്ട് പേര് നമുക്ക് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. യെസ്, അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അവരെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നു? 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. ഓക്കെ, നമുക്ക് എത്ര വരും? 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി, ദാറ്റ് ഈസ് എത്രയാ? 100 ഡിഗ്രി. ക്ലിയർ ആയല്ലോ. എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും എത്ര തന്നെയായിരിക്കും? 100 ഡിഗ്രി തന്നെയായിരിക്കും. ദാ ഇവിടെയും 100 ഡിഗ്രി വന്നു, ഇവിടെയും 100 ഡിഗ്രി വന്നു. ക്ലിയർ ആയല്ലോ. പക്ഷേ നമ്മുടെ ആൻസറിലേക്ക് എത്തിയോ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ക്വാഡ്രിലാറ്ററിൻ്റെ, ഈ ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കണം അല്ലേ. ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ ആംഗിൾസും നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഇതാ നോക്കിക്കോളൂ, ആംഗിൾ എ എന്ന് പറയുന്നത് 30 എന്ന് എഴുതാൻ പറ്റുമോ? 30 ആണോ? ഇല്ല. ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ആംഗിൾ എ ഇത് മൊത്തത്തിൽ വരും അല്ലെ, ടോട്ടൽ വരും. അപ്പോൾ നമുക്ക് 30 പ്ലസ് 30 എന്ന് എഴുതണം അല്ലേ. ഇത്രയും 30 ഉണ്ട്, ഇത്രയും 30 ഉണ്ട്. രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോഴല്ലേ ആംഗിൾ എ കിട്ടുന്നത്. അപ്പോൾ എത്രയാ? 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ആംഗിൾ ബി നമുക്ക് ഇനി അറിയേണ്ട കാര്യമില്ലല്ലേ. ഡയറക്റ്റ് ചെയ്താൽ 100 ഡിഗ്രിയാണ്. ആംഗിൾ സി എത്രയാണ്? ഇതും എന്ത് ചെയ്യണം? ആംഗിൾ സി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളും കൂടി കൂട്ടുമ്പോഴാണ് ആംഗിൾ സി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 50 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി എത്രയാണ്? 100 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ദെൻ ആംഗിൾ ഡി നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ. 100 ഡിഗ്രിയും ഡയറക്റ്റ് നമുക്ക് എടുത്ത് എഴുതാം. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ എ എന്ന് പറയുന്നത് 60, ആംഗിൾ ബി 100, ബാക്കി എല്ലാ ആംഗിൾസും 100 ഡിഗ്രി വെച്ച് കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഇവരെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറ്റി. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് എതിരെ വരുന്ന ആംഗിൾസും കോണുകളും എന്താണ്? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. മൂന്നാമനെ തന്നിട്ടുണ്ടായില്ല. മൂന്നാമനെ കണ്ടുപിടിക്കാനായി 180യിൽ നിന്ന് ബാക്കി രണ്ട് ആളുകളെ നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു, മൈനസ് ചെയ്തു. ദെൻ ഇത് ഫൈനൽ ആൻസർ ആണ്. ഈ ഫൈനൽ ആൻസർ ഇവിടെ വരെ കണ്ടുപിടിച്ചിട്ട് ആംഗിൾ എ 30 ആണെന്ന് എഴുതി വെക്കരുത് കേട്ടോ. അത് തെറ്റാണ്. ആംഗിൾ എ എന്ന് പറയുമ്പോൾ ഈ ടോട്ടലായിട്ട് എഴുതി വെക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഒരു ചതുർഭുജത്തിൻ്റെ 4 ആംഗിൾസ് ഉണ്ടാവും, 4 സൈഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. ഈ 4 ആംഗിൾസും 4 കോണുകളും തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾക്ക് 360 വരണം. ഓക്കെ ആണോ? ദാ നോക്കിക്കേ,
60 + 100 + 100 + 100 എത്രയാണ് 360 വന്നല്ലോ. ഇതാ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറ്റി. ഇത് 180 ഡിഗ്രി ഉണ്ടാവും അല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ എന്താണ് കോണുകളുടെ തുക. ഇതും 180 ഉണ്ടാവും. രണ്ടുപേരെയും കൂടി 180 + 180 എത്രയാണ് 360. കണ്ടോ, അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ ആംഗിൾ സം ഓഫ് ആംഗിൾസ് 360 ആണ്. കറക്റ്റായി നമുക്ക് 4 പേരെയും കൂടി കൂട്ടുമ്പോൾ 360 വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഒരു ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ഈക്വൽ ട്രയാംഗിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഈക്വൽ ആയിട്ട് വരുന്ന ആളുകളുടെ എതിരെ വരുന്ന ആളുകളും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. യെസ്, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. One angle of an isosceles triangle is 90 degree. What are the other two angles? Okay, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. നോക്കിക്കേ, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതാ ABC എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ മിസ് വരച്ചിട്ടുണ്ട്. ഏതെങ്കിലും രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും രണ്ട് വശങ്ങളോ രണ്ട് കോണുകളോ തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു കോൺ എത്ര ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്? 90 ഡിഗ്രിയാണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. മിസ് ഇപ്പോൾ ജസ്റ്റ് എനെ 90 ഡിഗ്രി ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ നമ്മൾക്കറിയാം ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് കോണുകൾ തുല്യമായിരിക്കും എന്ന്. ഒരു കോൺ 90 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കോണും നമ്മൾ 90 ഡിഗ്രി എടുത്താൽ അത് ശരിയാവോ? ശരിയാവത്തില്ലല്ലോ. നമുക്ക് മൂന്ന് കോണുകളും തമ്മിൽ കൂട്ടുമ്പോൾ 180 വരണം ഒരു ത്രികോണത്തിൻ്റെ. ഇപ്പോൾ രണ്ട് ആംഗിൾസ് 90 എന്നെടുത്താൽ അല്ലെ, രണ്ടുപേരെ കൂട്ടുമ്പോൾ തന്നെ എന്താ 180 ആയല്ലേ. അത് തീർന്നു പോയി. മൂന്നാമത്തെ ഒരു ആംഗിൾ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം എന്താണ്, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, പക്ഷേ എന്താ രണ്ടാമത്തെ ആംഗിൾ 90 അല്ല അല്ലേ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. യെസ്, ഇനി നമുക്ക് ബാക്കി രണ്ട് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ക്ലിയർ? ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ മിസ് വരച്ചിട്ടുണ്ട്. ഒരു കോൺ 90 ഡിഗ്രി ആണ്. ബാക്കി രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കണം. രണ്ടാമത്തവൻ 90 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ്സിൻ്റെ ചോദ്യം, ഒരാൾ 90 ഡിഗ്രി ആണ്, ബാക്കി രണ്ട് പേരുടെയും ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലേ. ഏതെങ്കിലും രണ്ട് കോണുകൾ തുല്യമാവണം. ഒരാൾ 90 ഡിഗ്രിയാണ്, അപ്പോൾ ബാക്കി രണ്ടുപേരും എന്ന് പറയുന്നത് രണ്ടുപേരും ഈക്വൽ ആയിരിക്കണമല്ലോ, തുല്യമായിരിക്കണമല്ലോ. അപ്പോൾ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ. എന്താ ചെയ്യുക? എല്ലാവരെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 180 വരണം. ഓക്കെ, ഈ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 90 ഡിഗ്രിയെ മാറ്റിയാൽ ബാക്കി രണ്ട് പേരെ കിട്ടുമല്ലോ. ഓക്കെ ആണോ? അതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, അപ്പോൾ ചെയ്യുന്നുണ്ട്. ആംഗിൾ സിയും പ്ലസ് ആംഗിൾ ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. എത്ര വരും? 90 ഡിഗ്രി എന്ന് തന്നെ വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നോക്കാം, ടോട്ടൽ ആംഗിളിൽ നിന്ന് ഈ 90 ഡിഗ്രിയെ മൈനസ് ചെയ്തപ്പോൾ ബാക്കി രണ്ടുപേരുടെ കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി എന്ന് കിട്ടി. ഈ രണ്ടുപേരും തുല്യമാണല്ലോ, രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം ആണല്ലോ. ബാക്കി രണ്ടുപേരും ഈക്വൽ ആവണം, എന്നാലേ അതൊരു സമപാർശ്വ ത്രികോണമാവത്തുള്ളൂ, ഐസോസെലസ് ട്രയാങ്കിൾ ആവത്തുള്ളൂ. അപ്പോൾ ഈ 90 ഡിഗ്രിയെ ഈ ബിക്കും സിക്കും തുല്യമായി നമുക്ക് ഭാഗിച്ചു കൊടുത്താൽ പോലെ, രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അവരെ കണ്ടുപിടിക്കാനായി എന്താ ചെയ്യേണ്ടത്? 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് എത്ര വന്നു? 45 ഡിഗ്രി വന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആംഗിൾ ബി എത്രയാണ് വരുന്നത്? 45. ആൻഡ് ആംഗിൾ സി എത്രയാണ് വരുന്നത്? അതും 45 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്താണ്, ഒരു സമപാർശ്വ ത്രികോണം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലേ. അത് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത അറിഞ്ഞിരുന്നാൽ നന്നായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ കൂടി നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദി ഫിഗർ ബിലോ O is the center of the circle. ഓക്കെ, O എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്, വൃത്തകേന്ദ്രമാണ് O. A, B are the points on the circle. എയും ബിയും എന്താണ്? വൃത്തത്തിലെ ഒരു പോയിന്റുകളാണല്ലേ, വൃത്തത്തിലെ ബിന്ദുക്കളാണ് എയും ബിയും എന്നും പറയുന്നത്. ഓക്കെ, നമ്മളോട് പറയുന്നത് എന്താണ്? ബാക്കി എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ആംഗിളും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. വൃത്തത്തിൻ്റെ എന്താണ്? വൃത്തകേന്ദ്രമാണ്, സെൻറ്ററാണ് O എന്ന് പറയുന്നത്.
മിസ് ചോദിക്കുവാണ് ഈ ഒ എ എന്ന് പറയുന്ന ലെങ്ത് വൃത്തത്തിൻ്റെ എന്താണ്? ഒ എ എന്താണ്? ആരമല്ലേ? റേഡിയസ് ആണല്ലോ ഒ എ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒ ബി എന്ന് പറയുന്നതും വൃത്തത്തിൻ്റെ എന്ത് തന്നെയാണ്? റേഡിയസ് ആണ് അല്ലേ? ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്, ആരമാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ രണ്ട് പേരും എന്താണ്? ഒ എയും ഒ ബിയും റേഡിയസ് ആണ് നമ്മളുടെ വൃത്തത്തിൻ്റെ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും ലെങ്ത് തുല്യമായിരിക്കുമല്ലോ. ഒ എ എന്ന് പറയുന്നത് ഒരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ആരം 3 ആണെങ്കിൽ ഒ ബിയും എത്ര തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ മിസ് ദാ ഇവിടെ എടുത്ത് വരക്കുന്നുണ്ട്. ഇത് എ ബി ഒ. ഓക്കെ ആണല്ലോ? ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒ എയും ഒ ബിയും ഈക്വൽ ആണ്, തുല്യമാണ്. എന്താണ് ഈ തുല്യമായാൽ? അതെന്ത് ട്രയാങ്കിളായി? അതെന്തൊരു ത്രികോണമായി? സമപാർശ്വ ത്രികോണമായി അല്ലേ? എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത അറിയാം. രണ്ട് വശങ്ങളോ രണ്ട് കോണുകളോ തുല്യമായാൽ ആ ത്രികോണത്തിനെ സമപാർശ്വ ത്രികോണം എന്ന് പറയാം. ഇവിടെ രണ്ട് വശങ്ങൾ ഈക്വൽ ആയല്ലോ. രണ്ടുപേരും റേഡിയസ് ആണ് അല്ലേ? റേഡിയയാണ്. രണ്ടുപേരും ആരങ്ങളായതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണെന്ന് പറയാം? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ അല്ലേ? നോക്കിക്കേ, രണ്ട് വശങ്ങൾക്കും അല്ലെ, രണ്ട് തുല്യ വശങ്ങൾക്കും എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു വശവും ഈ ഒരു വശവും തുല്യമാണ്. മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒ ബി എന്ന് പറയുന്ന വശത്തിനെതിരെ വരുന്ന ആംഗിൾ എയും ഒ എ എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന ആംഗിൾ ബിയും എന്താണ്? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം എഴുതുന്നുണ്ട് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. ക്ലിയർ ആണല്ലോ? ഇനി ആ ആംഗിൾസ് കണ്ടുപിടിക്കണം അല്ലേ? എ എന്ന് പറയുന്ന കോണും ബി എന്ന് പറയുന്ന കോണും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ? എന്താ ചെയ്യാം? എയും ഒയും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ 180 വരണം. ഓക്കെ, ഈ 180ൽ നിന്ന് 60 മൈനസ് ചെയ്യുക അല്ലേ? 60 കുറച്ചാൽ ബാക്കി എയുടെയും ബിയുടെയും ആംഗിൾസ് കിട്ടി. എയും ബിയും തുല്യമായതുകൊണ്ട് ബാക്കി വരുന്ന ആംഗിളിനെ എന്ത് ചെയ്യുക? തുല്യമായി ഭാഗിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ആംഗിൾ ഒ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. ഓക്കെ, അതിൽ നിന്ന് ആംഗിൾ ഒ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആംഗിൾ ഒക്ക് പകരം മിസ് 60 ഡിഗ്രി എന്ന് കൊടുത്തു. 180 ഡിഗ്രി. ഓക്കെ, ഇനി 60 അപ്പുറത്തേക്ക് കൊണ്ടുപോവാണേ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ പ്ലസ് 60 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? മൈനസ് 60 ഡിഗ്രി. അറിയാലോ? ദെൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് എത്ര വന്നു? 120 വന്നു. നോക്കിക്കേ, ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 120 വരണം. ഓരോരുത്തരെയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് ഈ 120നെ ഈക്വലായി ഡിവൈഡ് ചെയ്താൽ പോരെ? തുല്യമായതുകൊണ്ട് തുല്യമായി ഭാഗിച്ചാൽ പോരെ? അപ്പോൾ നമ്മൾ ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാനായി എന്താ ചെയ്യുന്നത്? 120 ഡിഗ്രിയെ തുല്യമായി ഭാഗിച്ചു. അപ്പോൾ എത്ര ഡിഗ്രി വന്നു? 60 ഡിഗ്രി. അപ്പോൾ ഇതെത്രയാണ്? ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി വന്നു. ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, ബി എന്ന് പറയുന്നതും 60 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കിക്കേ, ഒരു കാര്യം കൂടി ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടല്ലേ. ഈ ഒരു ട്രയാങ്കിളിൽ എല്ലാ ആംഗിൾസും എല്ലാ കോണുകളും 60 ഡിഗ്രി ആയി അല്ലേ? എല്ലാ കോണുകളും 60 ഡിഗ്രി ആയാൽ അതെന്ത് ട്രയാങ്കിളായി? അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായി. ഓക്കെ ആണല്ലോ? ഇതൊരു സമഭുജ ത്രികോണമാണ് അല്ലേ? നോക്കിക്കേ, എല്ലാ കോണുകളും തുല്യമാണ് അല്ലേ? സമമാണ്. എല്ലാ കോണുകളും തുല്യമാണ്, അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും എന്താ ഈക്വൽ ആണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ? എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ? ആ പേരിൽ തന്നെയുണ്ട് ഇക്വലാറ്ററൽ, ഈക്വൽ. ഓക്കെ, സമഭുജ ത്രികോണം സമമായിരിക്കും. എന്ത് സമമായിരിക്കും? എല്ലാ കോണുകളും എല്ലാ സൈഡുകളും എല്ലാ വശങ്ങളും എന്താ? തുല്യമായിരിക്കും. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്കറിയാം 3 പേരെയും കൂടി കൂട്ടുമ്പോൾ 180 വരണമെന്ന് അല്ലെ? 180 ഡിഗ്രി വരണം. 3 പേരും ഈക്വൽ അല്ലേ? അപ്പോൾ ഇവരെ 3ആയിട്ട് ഭാഗിച്ചാൽ 60 ഡിഗ്രി വരും. അതുകൊണ്ടാണ് എല്ലാ കോണുകളും നമുക്ക് 60 ഡിഗ്രി എന്ന് വന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ, ഒരു സമഭുജ ത്രികോണത്തിന്റെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? രണ്ട് വശങ്ങളും അല്ലെങ്കിൽ രണ്ട് കോണുകൾ തുല്യമായിട്ട് വരുന്ന ഒരു ട്രയാങ്കിളിനെ, ഒരു ത്രികോണത്തിനെ സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ എന്ത് പറയാം, ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടിലായിട്ട് കാണാം. ഓക്കെ, ബൈ.